നമസ്കാരം. നജീബ് കാന്തൂർ MLA കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. നമ്മളിപ്പോ സമരത്തിനൊക്കെ ആയിട്ട് വന്നതാണോ അതോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സജീവമായി പ്രചാരണത്തിനുണ്ടായിരുന്നു അല്ലേ? അല്ല, ഇന്ന് ഈ ശരിക്കും പറഞ്ഞാല് പാലക്കാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇത് 2 ദേശീയോത്സവം നടക്കുകയാണ്. ഒന്ന് കൽപ്പാത്തി രഥോത്സവം, മറ്റൊന്ന് ദേശീയ ജനാധിപത്യത്തിന്റെ ഉത്സവം. അപ്പൊ രണ്ടും കൂടി ചേരുമ്പോൾ കൽപ്പാത്തിയിൽ വന്ന് പാലക്കാട്ട് വന്ന് ഈ രഥോത്സവം കാണാതെ എങ്ങനെ മടങ്ങാൻ പറ്റും നമുക്ക്? ഈ വൈബിലാണ് നമ്മളുള്ളത്. ഇത് ശ്രീ വെങ്കിടി ഞങ്ങളെ പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. അദ്ദേഹം കൽപ്പാത്തിയാണ്. അദ്ദേഹം ഇതിൻ്റെ ഐതിഹ്യങ്ങളും ഇതിൻ്റെ പഴയ ചരിത്രങ്ങളൊക്കെ പറയണ്ടായി. അപ്പോൾ എന്തായാലും ഇന്ന് ഈ ആഘോഷത്തിൽ കൂടിയിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ചു. അതെ, ആദ്യമായിട്ടാണ് ഞാൻ കൽപ്പാത്തി രഥോത്സവം കാണാൻ വരുന്നത്. കുറച്ച് ദിവസം മുമ്പ് ഞങ്ങൾ പ്രചരണത്തിന്റെ ഭാഗമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഇവിടെ വീടുകളൊക്കെ കയറിയിരുന്നു. ആ സമയത്ത് തന്നെ ആൾക്കാർ പറഞ്ഞു 15-ാം തീയതി നിർബന്ധമായിട്ടും വരണമെന്ന്. തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഏതായാലും വളരെ ഗംഭീരമാണ്. മാത്രമല്ല നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മഹത്തായ ഉത്സവമാണ്. നമ്മൾ കൽപ്പാത്തി കാണാതെ പോകുന്നത് ഒരു മലയാളിയുടെ നഷ്ടമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കൽപ്പാത്തി ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടുത്തെ ഈ ഉത്സവത്തിനെ പറ്റി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകളും ഇവിടെ ഉണ്ട്. ഇപ്പം MSFന്റെ പ്രസിഡന്റ് നവാസ് ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ നിന്ന് ഈ ദിവസം തന്നെ ഇവിടെ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ച് ഇതൊക്കെ ഒന്ന് കാണണം, ഇവിടുത്തെ ചരിത്രം കാണണം. വെങ്കിടി പ്രത്യേകിച്ച് ക്ഷണിച്ചതിനെ കൊണ്ട് ഇവിടെ എത്തിയതാണ്. ഇവിടെ വന്നു നോക്കുമ്പോഴാണ് നമ്മളെ കേരളത്തിന്റെ നാനാ ഭാഗത്തുള്ള എല്ലാ ജനങ്ങളും ഇവിടെ ഉണ്ട്. എല്ലാവരും ഉണ്ട്. കൂടുതൽ ആളുകളും എനിക്ക് തോന്നുന്നത് ഇവിടത്തേക്കാളും പുറമെയുള്ള ആളുകളാണ്. ചോദിക്കുമായിരുന്നു കോട്ടയം, പത്തനംതിട്ട, കണ്ണൂര് എല്ലാവരും കണ്ണൂര്, കാസർഗോഡ്, ഇങ്ങനെ കേരളത്തിൽ നിന്നുണ്ട്, കേരളത്തിന് പുറത്തുനിന്നുള്ള ആളുകളുണ്ട്. അവരൊക്കെ ഇതൊക്കെ നമ്മളൊക്കെ കുറെ വർഷങ്ങളായിട്ട് ഈ രഥം വലിക്കുന്നതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് TV-യിലൊക്കെ. ഇന്നിപ്പോൾ അതിങ്ങനെ കാണാൻ, നേരിട്ട് കാണാനും ഇതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാനും ഒക്കെ കൂടി വെങ്കിടിന്റെ അവസരത്ത് പ്രത്യേകിച്ച് ഇവിടുത്തെ ഉപതെരഞ്ഞെടുപ്പായപ്പോൾ അതിന്റെ പ്രചരണം എല്ലാം കൂടിയിട്ട് ഇവിടെ എത്തിയതാണ്. നവാസുണ്ട് ഞങ്ങളെ കൂടെ, MSFന്റെ പ്രസിഡന്റ് നവാസുണ്ട്. അപ്പോൾ എല്ലാ നേതാക്കളൊക്കെ എത്തിയല്ലോ, ഹാപ്പി ആയില്ലേ? വളരെ ഹാപ്പിയാണ്. ബിക്കോസ് ഇതൊരു സെക്യുലറിസത്തിന്റെ ഉത്സവമാണിത്. ആ സെക്യുലറിസത്തിന്റെ ഉത്സവം നടക്കുമ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ ആളുകളും, ഈവൻ ഇന്നലെ ഏകദേശം 40ഓളം വിദേശികളടക്കം ഇവിടെ ഉണ്ടായിരുന്നു. വിദേശികൾ ഉൾപ്പെടെയുള്ളവർ എത്തുകയാണ്. ഇതേപോലെ നേതാക്കൾ വരികയാണ്. അങ്ങനെ ഒരു ഇപ്പോൾ പ്രചാരണം, അതിനോടൊപ്പം തന്നെ കൽപ്പാത്തി ഉത്സവം കൂടി കണ്ടു മടങ്ങുള്ളൂ എന്നുള്ള ഉറച്ച് 10,000 കണക്കിന് ആളുകൾ കൽപ്പാത്തിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അനുജ.